എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. വ്യാസനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ വൈഷ്ണവ മതപണ്ഡിതന്മാർ നമ്മൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ള കാര്യങ്ങളാണ്. അല്ലാതെ ആരും തന്നെ യഥാർത്ഥത്തിൽ വ്യാസൻ എന്തായിരുന്നു എന്നുള്ളൊരു റിസർച്ചിന് തയ്യാറായിട്ടില്ല. വ്യാസനെ കുറിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ പഠിച്ചിരിക്കുന്നതിനേക്കാൾ അപ്പുറമായിട്ട് ഇവിടെ ഒരു ഇരുളടഞ്ഞ ഹിസ്റ്ററി ഉണ്ട്. ആ ഹിസ്റ്ററി പൊതുവെ പ്രചരിപ്പിക്കാതെ മറച്ചു വയ്ക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ആ ഹിസ്റ്ററി എന്താണെന്നാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത്. കേരള ചരിത്രത്തിന്റെയും ഇന്ത്യ ചരിത്രത്തിന്റെയും എല്ലാം ഇരുളടഞ്ഞ ഏടുകൾ. ബ്രഹ്മ ഋഷിമാരായിട്ടുള്ള മയ ഋഷിമാര്, അവരിൽ നിന്നും വ്യാസൻ വേദാദി പൂജകളെല്ലാം പഠിച്ചു. അതിനുശേഷം ഒരു ദിവസം സരസ്വതി നദീതീരത്ത് ധ്യാനമഗ്നനായിരുന്നപ്പോൾ ഉൾക്കണ്ണിൽ കണ്ടു കലിയുഗം ആരംഭിച്ചതായിട്ട്. കലിയുഗം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തൻ്റെ കൂട്ടർക്ക് കഷ്ടപ്പാടായിരിക്കുമെന്നാണ് വ്യാസൻ വ്യാകുലം പൂണ്ടത്. ഒരു മതസംസ്കാരം ഉണ്ടായി വരുന്നതിന് വേണ്ടി, അതായത് പൂജാതി കാര്യങ്ങളെല്ലാം ക്ഷേത്രങ്ങളിലൂടെ കൃത്യമായി നടക്കുന്നതിന് വേണ്ടിയിട്ട് വ്യാസൻ തൻ്റെ കൂട്ടരായിട്ടുള്ള മുക്കുവന്മാരിൽ നിന്നും 4 ആളുകളെ ശിഷ്യന്മാരായിട്ട് സ്വീകരിച്ചു. നിലവിലെ വേദഗ്രന്ഥമായിട്ടുള്ള ഐൻഡസുകളുടെ പഞ്ചഗ്രന്ഥം 4ആയി ഭാഗിച്ചിട്ട് ഈ 4 ശിഷ്യന്മാരെയും പഠിപ്പിച്ചു. അപ്പോൾ വ്യാസനൊരു കാര്യം മനസ്സിലായത്, തങ്ങളുടെ കൂട്ടർക്ക് വേദാർത്ഥം ഗ്രഹിക്കാൻ പറ്റില്ല എന്ന് മനസ്സിലായി. തുടർന്ന് വ്യാസൻ പുരാണ കഥകളാക്കിയുള്ള കഥകൾ ഈ 4 പേരെയും പഠിപ്പിച്ച് ശിഷ്യന്മാരാക്കി എടുക്കുകയാണ് ഉണ്ടായത്. ഇതോടെ വ്യാസൻ കൂടുതൽ വ്യാകുലനായി മോഹാലസ്യം പൂണ്ട് കണ്ണുകളുടെ കാഴ്ച മങ്ങി ദുഃഖാവസ്ഥയിലേക്ക് വന്നപ്പോൾ താൻ ചെയ്ത തെറ്റ് മനസ്സിലാക്കി. അതായത് വേദം 4ആയി മുറിച്ചു എന്ന ആ ഒരു പശ്ചാത്താപത്താൽ അതിന് പരിഹാരമായിട്ട് അദ്ദേഹം ആ ചെയ്ത പ്രവൃത്തിയെ ഒരു ഗ്രന്ഥമായിട്ട് രചിച്ച് ജനങ്ങളിലേക്ക് പ്രചരിപ്പിച്ചു. ഭാഗവതം എന്ന വാക്കിന്റെ അർത്ഥം ഭാഗം പ്ലസ് വധം എന്നാണ്. അതായത് ഭാഗം എന്ന് പറയുന്നത് വധിക്കുക അല്ലെങ്കിൽ ഭാഗിക്കുക അല്ലെങ്കിൽ മുറിക്കുക എന്നൊക്കെയാണ് ആ ഭാഗം എന്ന വാക്കിന്റെ അർത്ഥം. വധം എന്ന് പറയുന്നതിന്റെ അർത്ഥം കൊല്ലുക, നശിപ്പിക്കുക അല്ലെങ്കിൽ ഡിമോളിഷ് ചെയ്യുക എന്നൊക്കെയാണ്. ഭാഗവതം എന്ന വാക്കിന്റെ ശരിയായിട്ടുള്ള മീനിങ് എന്ന് പറയുന്നത് വേദത്തെ ഭാഗവതം ചെയ്തു എന്ന്, അതിന്റെ സാരം വേദം നശിപ്പിച്ചു എന്നാണ്. ആ സത്യം വ്യാസൻ സമ്മതിക്കുന്നതിന് വേണ്ടിയാണ് ശരിക്കും ഭാഗവതം എഴുതിയതെന്നാണ് വ്യാസൻ തന്നെ അതിൽ അവകാശപ്പെട്ടിട്ടുള്ളത്. വേദം ബ്രഹ്മാവിന്റെ 5 മുഖങ്ങളിൽ നിന്നുമാണ് ഉത്ഭവിച്ചത്. അങ്ങനെ 5 ഭാഗങ്ങളാണ് വേദങ്ങൾ. ഇത് 4ആക്കി ഭാഗിച്ചപ്പോൾ ഉണ്ടായ കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രഹ്മാവിന് അപ്പൊ 5 മുഖങ്ങളുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ബ്രഹ്മാവിന്റെ ഒരു തല അറുത്തു മാറ്റിയ കഥ കൂടി പുരാണ കഥകളിൽ എഴുതി ചേർക്കുകയാണ് ഉണ്ടായത്. അങ്ങനെ ചതുർമുഖ ബ്രഹ്മാവാക്കി. അപ്പൊ 4 മുഖങ്ങളിൽ നിന്ന് 4 വേദങ്ങൾ ഉത്ഭവിച്ചു എന്ന ഒരു കഥയുണ്ടാക്കിയിട്ട് ആ കഥകളിലൂടെയാണ് പിന്നീട് ഈ വൈഷ്ണവ മതം അല്ലെങ്കിൽ ചാതുർവർണ്ണ മതം എന്ന മതം ഇന്ത്യയിൽ പ്രചാരത്തിലേക്ക് കൊണ്ടുവന്നത്. ചതുർമതം ഉണ്ടാക്കുന്നതിന് വേണ്ടി വ്യാസൻ മുക്കുവന്മാരിൽ നിന്നുമാണ് 4 ശിഷ്യന്മാരെ ആദ്യം തിരഞ്ഞെടുത്തതെന്ന് ഞാൻ പറഞ്ഞല്ലോ. ആ ശിഷ്യന്മാര് പിന്നീട് താമസിച്ചത് മുക്കുവന്മാർക്കൊപ്പമല്ല. കാരണം മറ്റുള്ള മുക്കുവന്മാർക്ക് ഈ വേദമോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളുമായിട്ട് ഒരു ബന്ധം, അവര് വെറും പാവപ്പെട്ട രീതിയിൽ ഈ മീനും മറ്റുള്ളതൊക്കെ പിടിച്ച് അവിടെ ജീവിച്ചുകൊണ്ടിരുന്നു. വ്യാസശിഷ്യന്മാരായ 4 പേരും പിന്നീട് കൂടുതൽ വേദങ്ങളും മറ്റും മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് നിലവിലെ ബ്രാഹ്മണരായിട്ടുള്ള വിശ്വകർമ്മന്മാരുടെ അടുത്ത് പോയിട്ട് വേദാദി പൂജകളെല്ലാം പഠിച്ച് ദീക്ഷ സ്വീകരിച്ചിട്ട് ക്ഷേത്ര പൂജാരിമാരായി മാറി. ജന്മം കൊണ്ട് ശൂദ്രന്മാരായ ഇവര് വേദാദി പൂജകളുടെ പഠനത്തിലൂടെ, അതായത് കർമ്മം കൊണ്ട് ബ്രാഹ്മണ്യം നേടിയെന്നാണ് ഇവരുടെ ഗ്രന്ഥങ്ങളിൽ തന്നെ വിവരിച്ചിട്ടുള്ളത്. ഇങ്ങനെയാണ് ജന്മശൂദ്രന്മാരായ ദ്വിജന്മാർക്ക് കർമ്മബ്രാഹ്മണ്യം കിട്ടിയതെന്ന്. എന്നാൽ ഇവര് ബ്രാഹ്മണരായി മാറിയതിന് ശേഷം ഇവരുടെ മൂലകുലമായിട്ടുള്ള മുക്കുവന്മാരുമായിട്ട് ഇവർക്ക് യാതൊരു സംസർഗവും പിന്നീട് ഉണ്ടായിട്ടില്ല. മുക്കുവന്മാരുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും അവസാനിച്ച് വിശ്വകർമ്മന്മാരുടെ കൂട്ടുകുടുംബങ്ങളായിട്ടുള്ള ആചാര്യ മഠങ്ങളിൽ താമസിച്ച് വേദാദി പൂജകളെല്ലാം അഭ്യസിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവർ ചെയ്തിട്ടുള്ളത്. അങ്ങനെ അവര് വിശ്വകർമ്മ കുലത്തിൽ നിന്ന് തന്നെ ഈ 4 പേരും വിശ്വകർമ്മ സ്ത്രീകളെ തന്നെ ഇവർ വിവാഹം കഴിച്ച് ജീവിതം ആരംഭിച്ചു. ആചാര്യ മഠങ്ങളിൽ നിന്നും മാറി സ്വന്തമായിട്ട് ഇല്ലങ്ങൾ സ്ഥാപിച്ച്, അതായത് 4 ഇല്ലങ്ങളാണ് ആദ്യം ഇവർ സ്ഥാപിച്ചത്. അവിടെ അവരെ സന്തതി പരമ്പരകളായിട്ട് അങ്ങനെ തുടർന്ന് വന്നിട്ടുള്ളതാണ്. ശങ്കരാചാര്യർ കേരളത്തിൽ വന്ന സമയത്ത് കേരളത്തിലെ എല്ലാ ക്ഷേത്രങ്ങളും
ദ്വിജന്മാർക്ക് പൂജയ്ക്കായിട്ട് നൽകുകയാണ് ഉണ്ടായിട്ടുള്ളത്. ശങ്കരൻ പറഞ്ഞു, ആചാര്യോ ശങ്കുരോ നാമ ത്വഷ്ടപുത്ര ന സംശയ വിപ്രകുല ഗുരോർദീഷ വിശ്വകർമ്മൻ തു ബ്രാഹ്മണ. അതായത് എൻ്റെ പേര് ശങ്കരാചാര്യർ എന്നാണ്, തോഷ്ടാവിൻ്റെ മകനാണ് ഞാൻ, അതിൽ നിങ്ങളൊട്ടും സംശയിക്കേണ്ടതില്ല. വിപ്രകുല ഗുരോർദീഷ എന്ന് പറയുന്നതിൻ്റെ സാരം വിപ്രൻ എന്ന് പറയുന്ന ദ്വിജന്മാരാണ്. ദ്വിജന്മാർക്ക്, അതായത് ദ്വിജകുലത്തിൽപ്പെട്ട പൂജാരിമാർക്ക് വേദാദി പൂജകളെല്ലാം പഠിപ്പിച്ച് പൂണൂലിടിയിപ്പിച്ച് ദീക്ഷ നൽകുന്നതിന് വേണ്ടി ഞാൻ വന്നു എന്നാണ് ശങ്കരൻ പറഞ്ഞിട്ടുള്ളത്. വിശ്വകർമ്മൻ തു ബ്രാഹ്മണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശങ്കരാചാര്യർ വിശ്വകർമ്മ വിഭാഗത്തിൽപ്പെട്ട ബ്രാഹ്മണനാണെന്നാണ് അദ്ദേഹം ശങ്കരവിജയത്തിലൂടെ പറഞ്ഞിരിക്കുന്നത്. ഇതിനെക്കുറിച്ച് ശങ്കരൻ നമ്പൂതിരി നായന്മാരുടെ പൂർവ്വചരിത്രം 2-ാം ഭാഗത്തിൽ വിശദീകരിച്ചിട്ടുണ്ട്. പരശുരാമൻ മഴ എറിഞ്ഞല്ല കേരളത്തിലെ മതപണ്ഡിതരായിട്ടുള്ള, അതായത് ചാതുർവർണ്ണയത്തിന്റെ മതപണ്ഡിതരായിട്ടുള്ള ആളുകൾക്ക് ഭൂസ്വത്തും വീടുകളും എല്ലാം ലഭിച്ചിട്ടുള്ളതെന്ന് ശങ്കരൻ നമ്പൂതിരി അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ശങ്കരൻ നമ്പൂതിരി പറഞ്ഞിട്ടുള്ളത്, ഈ മഴ എറിഞ്ഞ് ഒരു സ്ഥലം ഉണ്ടാക്കിയിട്ട് ആ സ്ഥലം ഈ പൂജാരിമാർക്ക്, വൈഷ്ണവ അതായത് ചതുർമത പൂജാരിമാർക്ക് കൊടുത്തു എന്നത് അവർക്ക് നിലനിൽക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ഒരു കെട്ടുകഥയാണെന്ന് അവർ തന്നെ അതിനകത്ത് പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നത്, നിലവിലെ ഭൂസ്വത്തുകൾ കേരളത്തിലുണ്ടായിരുന്നതെല്ലാം 2 തരം ആചാര്യ മഠങ്ങൾക്കാണ്. അതായത് ആചാര്യന്മാരായിട്ടുള്ള വംശം, അതൊരു മഠാചാര്യന്മാരും സഭയാചാര്യന്മാരുണ്ട്. ഇതിനകത്ത് സഭയാചാര്യന്മാരുടെ ഭൂസ്വത്തുകളാണ് ഇവർക്ക് ആദ്യകാലങ്ങളിൽ ദാനം കിട്ടിയതെന്നാണ് ആ ഗ്രന്ഥത്തിൽ ശങ്കരൻ നമ്പൂതിരി എഴുതിയിട്ടുള്ളത്. പ്രചരിപ്പിക്കുന്നത് ഈ ചാതുർവർണ്ണയത്തിന്റെ അധിഷ്ഠിതമായിട്ടുള്ള ആൾക്കാർ തന്നെയാണ് എന്നുള്ളതും കൂടി നമ്മൾ ശ്രദ്ധിക്കണം. അതുകൊണ്ടാണ് ഈ ചരിത്രങ്ങളൊന്നും ഇതുവരെ ആരും കാണാത്തത്. എന്നാൽ ചില നായർ റിസർച്ചേഴ്സ് ഇത്തരം കാര്യങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട്. അതായത് നായന്മാർ മാത്രമാണ് ഏകദേശം ഒരു ശരിയായ റിസർച്ചിലേക്ക് അവരുടെ ബുദ്ധി കൊണ്ടുപോയിട്ടുള്ളൂ. ഈ വിശ്വകർമ്മ ഗോത്രവും പൂജാരിമാരായിട്ടുള്ള ഗോത്രത്തെയും പരിശോധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് 2 കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. അതായത് ഒരു വിഭാഗം എന്ന് പറയുന്നത് പാരമ്പര്യ ടെക്നിക്കൽ ഗോത്രം, മറ്റേ വിഭാഗം എന്ന് പറയുന്നത് പാരമ്പര്യ മത വിശ്വാസ ഗോത്രം. അതായത് മതങ്ങളെ ഉണ്ടാക്കുകയും മതങ്ങളെ പരിപോഷിപ്പിക്കുകയും ചെയ്യുന്ന ഒരു വിഭാഗം, അതിനെയാണ് മതപണ്ഡിതരെന്ന് നമ്മൾ പറയുന്നത്. അങ്ങനെ 2 വിഭാഗങ്ങളാണ് ഈ ഭൂമിയിൽ പ്രധാനമായിട്ടും ഉള്ളത്. ഈ മതവിഭാഗങ്ങൾ എപ്പോഴും ദൈവമുണ്ടെന്നുള്ള ഒരു സാങ്കല്പികമായിട്ടുള്ള ഒരു ദൈവവിശ്വാസത്തിന്റെ പേരിലാണ് അവർ മതം ഉണ്ടാക്കി മുമ്പോട്ട് പോകുന്നത്. ഭൂരിഭാഗം വരുന്ന ജനങ്ങളും ഈ ദൈവമുണ്ടെന്ന് പറയുമ്പോൾ വളരെ പെട്ടെന്ന് അതിനകത്ത് വിശ്വസിക്കും. അതുകൊണ്ട് തന്നെ മതപണ്ഡിതന്മാർക്ക് ഭരണാധികാരികളെ സ്വാധീനിക്കാനും എല്ലാത്തിനും എളുപ്പത്തിൽ സാധിക്കും. അതായത് പോപ്പുലാരിറ്റി നേടിക്കഴിഞ്ഞാൽ അവർക്ക് എന്തും ചെയ്യാൻ പറ്റും. അതിന്റെ ഫലമായിട്ടാണ് ഈ പുരോഹിത വർഗം യേശുക്രിസ്തുവിനെ ക്രൂശിക്കുകയൊക്കെ ചെയ്തിട്ടുള്ളത്. ഈ മതം എന്നത് യാഥാർത്ഥ്യമല്ല, അത് ഒരു സാങ്കല്പികമായിട്ട് ഉള്ള കാര്യമാണ്. യഥാർത്ഥമായിട്ടുള്ളത് ഈ ടെക്നിക്കൽ ഐഡിയകളാണ്, ശാസ്ത്ര തിയറികളാണ് യഥാർത്ഥമായിട്ടുള്ളത്. അതുകൊണ്ടാണ് മതഗ്രന്ഥങ്ങളിൽ എന്തെങ്കിലും ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ അതിന്റെ പിന്നിലെ ശാസ്ത്രം അന്വേഷിച്ചു പോകുന്നത്. ശാസ്ത്രം ശരിയായില്ലെങ്കിൽ ആ മതഗ്രന്ഥത്തിലുള്ള ആ ശ്ലോകം അല്ലെങ്കിൽ അതിനകത്ത് എഴുതിയിരിക്കുന്ന പരിഭാഷ തെറ്റാണെന്ന് നമ്മൾ സ്ഥാപിക്കേണ്ടി വരും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മതം എന്ന് പറയുന്നതിനേക്കാൾ മേന്മ ഉള്ള ഒരു സംഭവമാണ് സയനൈസം.